മോശം ഭരണാധികാരികളെ അല്ലെങ്കിൽ തൻ്റെ കടമ നിർവഹിക്കാത്ത ഭരണാധികാരികളെ വിഷം കൊടുത്തു കൊല്ലുന്ന ആഫ്രിക്കൻ ഗോത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സദേൺ ആഫ്രിക്കയിലെ സാംബിയയിലെ മുക്കുനി എന്ന ഗോത്ര വിഭാഗത്തിൻ്റെ ആചാരത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവരാണ് മുക്കുനി വില്ലേജ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്ന ഇവിടുത്തെ ഗൈഡ്. ഇവരുടെ പേര് യാനിന എന്നാണ്. മുക്കുനി എന്ന വാക്കിനർത്ഥം വലിയ മരത്തടി എന്നാണ്. ബ്രാഞ്ചസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മരത്തടി. 13-ാം നൂറ്റാണ്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ വില്ലേജിന് 700 വർഷത്തെ പഴക്കമുണ്ട്. അതുപോലെ ഇവിടെ ഏകദേശം 8000 പീപ്പിളാണ് ഇപ്പോൾ താമസിക്കുന്നത്. നമ്മൾ രാജാവെന്ന് പറയുന്ന പോലെ ഇവിടുത്തെ നേതാവിനെ ചീഫ് എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന ചീഫ് 19ാമത്തെ കിരീടാവകാശിയാണ്. അദ്ദേഹത്തിന് 80 വയസ്സായിട്ടുണ്ട്. അതുപോലെ 40 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ രാജാവ്. ഈ കാണുന്നതാണ് ചീഫിൻ്റെ പാലസ്. ലുംപാസ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ലുംബാസ എന്ന വാക്കിനർത്ഥം ലയൺസ് ഡെൻ, അതായത് സിംഹത്തിന്റെ ഗുഹ എന്നാണ്. അങ്ങനെ വിളിക്കാൻ കാരണം സിംഹത്തിന്റെ സിംബലാണ് ഇവരുടെ ചീഫ് ഹോൾഡ് ചെയ്യുന്നത്. പാലസിനുള്ളിൽ 2 പ്രധാനപ്പെട്ട കുടിലുകളുണ്ട്. ഫസ്റ്റ് കാണുന്ന ചെറിയ കുടില് ടെയിൽ എന്നാണ് വിളിക്കുന്നത്. ഇവിടെയാണ് ഇവരുടെ ചീഫിന് വിഷം നൽകി കൊല്ലുന്നത്. മുക്കുനി സംസ്കാരം അനുസരിച്ച് ഒരു ചീഫ് ഒരിക്കൽ സിംഹാസനത്തിൽ ഇരുന്നാൽ സ്വാഭാവിക മരണമോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഡെത്തോ ഉണ്ടായാൽ മാത്രമേ ആ പദവിയിൽ നിന്ന് മാറാൻ കഴിയുകയുള്ളൂ. അതുപോലെ ഒരു ചീഫ് ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മോശം ഭരണാധികാരിയാണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിഷം നൽകി കൊല്ലുന്ന പാരമ്പര്യം കൂടി ഇവിടെയുണ്ട്. 2 ചീഫാണ് ഈ വില്ലേജിലുള്ളത്. ഒരു മെയിൽ ചീഫും ഒരു ഫീമെയിൽ ചീഫും. ഫീമെയിൽ ചീഫിൻ്റെ പാലസാണ് അവിടെ കാണുന്നത്. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ചീഫ് സഹോദരങ്ങളാണ്. അവർ ഒരുമിച്ചാണ് ഇവിടെ ഭരിക്കുന്നത്. അവിടെ കാണുന്ന വലിയ മരം ഹിസ്റ്റോറിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു മരമാണ്. വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്തതിന് ശേഷം വഴി തെറ്റി ഈ വില്ലേജിലെത്തിയ ഡേവിഡ് ലിവിങ്സ്റ്റണിനെ അദ്ദേഹത്തിൻ്റെ തൊലിയുടെ നിറം കാരണം ഇവിടുത്തെ ആളുകൾ പ്രേതമായിട്ടാണ് കരുതിയിരുന്നത്. ലിവിങ്സ്റ്റണിന് കൊട്ടാരത്തിലേക്ക് പ്രവേശനം അനുവദിച്ചാൽ ചീഫിനെ കൊല്ലുമെന്ന് പേടിച്ച് അവർ ലിവിങ്സ്റ്റണിനെ ആ മരത്തിൻ്റെ അടിയിലാണ് ഇരുത്തിയത്. 1855-ലാണ് ഇതൊക്കെ ഇവിടെ നടന്നത്. അതിനുശേഷം ചീഫ് വില്ലേജിലുള്ള ആളുകളോടെല്ലാം ഇദ്ദേഹത്തെ വന്ന് കാണാൻ പറയുകയുണ്ടായി. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം വില്ലേജിലുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൈൻ ലാംഗ്വേജ് ആണ് ലിവിങ്സ്റ്റൺ യൂസ് ചെയ്തത്. ഇവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാതെ ലിവിങ്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ് ഉണ്ടായത്. അന്നു മുതൽ ഈ വലിയ മരം ഇവർ മീറ്റിംഗ് പ്ലേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിലായിട്ട് ക്യൂരിയോ മാർക്കറ്റും കൂടി ഉണ്ട്. നമുക്കിനി ഇവരുടെ ഗ്രാമത്തിലേക്ക് പോകാം. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെ മണ്ണ് കൊണ്ടുണ്ടാക്കി ഓല മേഞ്ഞ കുടിലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഫുൾ ട്രാവൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് വാച്ച് ചെയ്യുക.